മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പത്നിക്ക് വഴിവിട്ട കരാർ നടപടിക്രമങ്ങളിൽ വീഴ്ച, വിലയിലും സഹായം. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളായ കേരാഫെഡിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ വിജ്ഞാപനമോ താൽപര്യപത്രമോ അടക്കം മത്സര പ്രക്രിയകളൊന്നുമില്ലാതെ മന്ത്രിപത്നിയുടെ കമ്പനിക്ക് നൽകി. മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ സിഇഒയായ മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്കാണ് വഴിവിട്ട കരാർ. കേരാഫെഡ് വെളിച്ചെണ്ണ ദുബായിലും മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും വിൽക്കുന്നതിനാണിത്. മൊത്ത വ്യാപാര ഏജന്റിനെ വെളിച്ചെണ്ണ വിൽക്കുന്നതിന് കരാർ വിളിക്കേണ്ടതില്ലെന്നാണ് കേരാഫെഡിന്റെ വിശദീകരണം. എന്നാൽ മറ്റാരുമായും വിദേശത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കേരാഫെഡ് ഇത്തരത്തിൽ കരാർ ഉണ്ടാക്കിയിട്ടില്ല. മത്സര പ്രക്രിയയില്ലാതെ ഒരു കമ്പനിക്ക് ഇങ്ങനെ കരാർ നൽകുന്നത് ക്രമവിരുദ്ധമാണെന്ന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ വിമർശനമുയർന്നിരുന്നു. മന്ത്രിയുടെ കുടുംബാംഗം നടത്തുന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയതിലെ അനൌചിത്യത്തെക്കുറിച്ചും വിശദീകരണമില്ല. 2025 ജനുവരി മാർച്ച് മാസങ്ങളിൽ 6 നവംബറിൽ 20 ടൺ വെളിച്ചെണ്ണയാണ് ഈ ഇടപാടിൽ കയറ്റി അയച്ചത്. ഗണേഷ് കുമാറിന്റെ കുടപ്പനക്കുന്നിലെ വീടായ സിന്ദഗി KRA 144A എന്ന വിലാസത്തിലാണ് മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സിഇഒ ബിന്ദു മേനോൻ എന്ന വെബ്സൈറ്റിൽ കാണിച്ചിട്ടുമുണ്ട്. കരാർ വിളിച്ചതല്ലെന്നും കമ്പനി താൽപര്യപ്പെട്ടുവെന്ന് ചർച്ചക്കൊടുവിൽ ഒപ്പിടുകയായിരുന്നുവെന്നും മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. മാസം ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം രൂപയുടെ നെയ്യും 5 ലക്ഷം രൂപയുടെ പാൽ ഉൽപ്പന്നങ്ങളും എടുക്കണമെന്നാണ് കരാർ. കേരാഫെഡും ദുബായിലെ LG FMCG ട്രേഡിംഗ് LLC കമ്പനിയും മിഡ്നൈറ്റ് സൺ കമ്പനിയും തമ്മിലുള്ള കരാറിലാണ് വെളിച്ചെണ്ണ വ്യാപാരം. കേരാഫെഡിൽ നിന്നും വെളിച്ചെണ്ണ വാങ്ങി ദുബായിലെ കമ്പനിക്ക് നൽകുന്നത് മിഡ്നൈറ്റ് സൺ കമ്പനിയാണ്. 2024 നവംബർ 16 കരാർ ഒപ്പിട്ടത്. സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടത്. കരാർ സമയത്ത് കേരാഫെഡിൽ തർക്കങ്ങൾക്കിടയാക്കിയിരുന്നു. ഉന്നതതല സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സാധാരണ മൊത്ത വ്യാപാരികൾക്ക് നൽകുന്ന വിലയിൽ 15% കമ്മീഷൻ കൂടി എടുക്കാമെന്ന് കേരാഫെഡ് നിർദ്ദേശം വെച്ചു. അങ്ങനെയാണ് കരാറായത്.